ഒരിക്കൽ ഒരു ആളുണ്ടായിരുന്നു കേട്ടോ. അയാളുടെ സ്വപ്നം എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് മാൻ ആകുക എന്നുള്ളതായിരുന്നു. അയാൾ ഈ വലിയ ബിസിനസ് മാൻ ആകാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ പദ്ധതികളും പ്ലാനുകളും എല്ലാം തന്നെ അയാളുടെ കൂട്ടുകാരും ഒത്ത് ഷെയർ ചെയ്യാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അല്ല നീ എപ്പോഴാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോഴോ? ഒരിക്കലും ഇല്ല, ഇപ്പോഴൊന്നും ഞാനത് സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പം നല്ല ചൂട് സമയമല്ലേ, ഈ സമയത്തൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഒന്നും നടക്കില്ല. ഞാൻ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വന്നു. അപ്പോൾ ഇയാളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഈ തോരാ മഴയത്താണോ ആരെങ്കിലും ബിസിനസ് തുടങ്ങുന്നത്? ഇനിയിപ്പം ഓണമൊക്കെ ആവട്ടെ, അപ്പോഴാകുമ്പോൾ നല്ല ബിസിനസ്സും ഉണ്ടാകും, നല്ല രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. അങ്ങനെ നമ്മുടെ ഓണവും വന്നു. ഓണം വന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, ഇപ്പം ആരുടെ കയ്യിലെ പൈസ ഉണ്ടാക്കുക, ഇപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങാനൊക്കെ നിൽക്കുമോ? എന്തായാലും ഓണം കഴിയട്ടെ, ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആകുമ്പം അന്നേരം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ സമയം പോയി, ന്യൂ ഇയറും വന്നു കേട്ടോ. അപ്പോൾ ഈ പുള്ളി പറയുകയാണേ, ഞാൻ എന്തായാലും ഒരു ജോൽസിനെ പോയി കാണട്ടെ, ജോൽസിൻ്റെ അടുത്തുനിന്ന് നല്ലൊരു സമയമൊക്കെ കുറിച്ചിട്ട് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എല്ലാം അങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരുന്നു. ഇയാളിങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ എക്സ്ക്യൂസസും പറഞ്ഞ് ആ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഇയാളുടെ മുടി നരയ്ക്കുക എന്നല്ലാതെ ഇയാൾക്കൊരു പെർഫെക്റ്റ് ടൈം വന്നതേയില്ല. അങ്ങനെ അവസാനം ഇയാൾ എന്താ അറിയോ പറയാൻ തുടങ്ങിയത്, ഇനിയിപ്പോൾ അടുത്ത ജന്മത്തിൽ എങ്ങാനും ആയിരിക്കും എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു യോഗം ഉള്ളത് എന്ന്. ഈ ഒരു സ്റ്റോറി നമ്മൾക്ക് എല്ലാവർക്കും തന്നെ പാഠമാവണം. ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു സമയം തന്നെ ഇല്ല. നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് പെർഫെക്റ്റ് ടൈം. നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ സ്വപ്നത്തിലോട്ട് എത്താൻ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ചെയ്യാൻ കഴിയുക അത് തന്നെ ചെയ്തു തുടങ്ങുക. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ എത്ര പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്തിച്ചേരുന്നു എന്നതിലല്ല കാര്യം, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് നടന്നു നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. ഇതിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് മടുപ്പ് തോന്നിയേക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങൾ തോറ്റു കൊടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ സ്വപ്നത്തിലോട്ടുള്ള യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുക. ദിസ് ഈസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.